എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മുടെ ലീഫ് വില്ലേജിന്റെ മുൻപിലുള്ള ആ രണ്ട് സെക്യൂരിറ്റീസിനാണ് കാണിക്കുക. അപ്പൊ അതിലൊരാള് പറയും, അങ്ങനെ ഒരു വിധത്തില് ഇപ്പൊ സാൻഡ് വില്ലേജിലെ പ്രോബ്ലം ഒക്കെ തീർന്ന് എല്ലാം ശാന്തമായിരിക്കുകയാണ്. അപ്പൊ അടുത്ത ആള് പറയും, അങ്ങനൊന്നുമില്ല, ചിലപ്പോ അടുത്ത പ്രശ്നം അത് ലീഫ് വില്ലേജിലായിരിക്കും സംഭവിക്കുക. അങ്ങനെ അവര് രണ്ടുപേരും ഇപ്പൊ ആഗോള കാര്യങ്ങള് വളരെ കാര്യമായിട്ട് സംസാരിക്കുമ്പോ അതേസമയം ഇവിടെ ഷിക്കമരു ആവട്ടെ, ആള് പതിയെ കണ്ണൊക്കെ തുറന്ന് ഇപ്പൊ ഉറക്കം എഴുന്നേറ്റ് വരികയാണ്. അപ്പോഴാണ് അടുത്തിരിക്കുന്ന അലാം അത് അടിച്ചുകൊണ്ടേയിരിക്കുന്നത് അവൻ കാണുക. അത് ഓഫ് ചെയ്ത് മൂട്ടില് വെയിൽ കൊള്ളുന്നവരെ കിടന്നുറങ്ങണോ വേണ്ടയോ എന്ന് ഒരുപാട് നേരം അവൻ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കും. അപ്പൊ ലീഫ് വില്ലേജിന്റെ പുറത്ത് ഇപ്പൊ എന്തോ വലിയ ശബ്ദം കേട്ട് രണ്ട് സെക്യൂരിറ്റീസും കണ്ണും തള്ളി പുറത്തേക്ക് നോക്കി നിൽക്കും. ആ ആ ആ എന്നൊരു വലിയ ശബ്ദത്തില് വെടിയും പുകയും പറത്തി ഇപ്പൊ നമ്മുടെ മൈഗയാവട്ടെ കാക്കാഷിയെ തൂക്കിയെടുത്ത് ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഗ്രാമത്തിലേക്ക് എത്തിയ ഉടനെ ഇപ്പൊ ചാടിത്തുള്ളി പറയും, ഞാൻ ഫസ്റ്റ് അടിച്ചേ, കപ്പ് എനിക്ക് തന്നെ. കായുടെ തൊട്ട് പിന്നാലെ തന്നെ ആളുടെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള നമ്മുടെ ലീയും ഇപ്പൊ പാഞ്ഞെത്തും. എനിക്ക് സെക്കൻഡ് കിട്ടിയെന്നും പറഞ്ഞ് അവനും ഇപ്പോ എടുത്ത് തുള്ളാൻ തുടങ്ങും. അങ്ങനെ ഈ ഭ്രാന്ത ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റും സെക്കൻഡും കിട്ടിയ കഥ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മൈഗൈ ലീനോട് പറയും, ആക്ച്വലി നിനക്കിപ്പോ സെക്കൻഡ് പ്ലേസ് അത് കിട്ടിയിട്ടില്ല. അതിന് ലീ വണ്ടർ അടിച്ച്, എനിക്ക് സെക്കൻഡ് പ്ലേസ് കിട്ടിയിട്ടില്ല എന്ന് അവനോട് ചോദിക്കും. മൈഗായി പറയും, ആക്ച്വലി സെക്കൻഡ് പ്രൈസ് അത് കിട്ടിയത് മറ്റാർക്കും അല്ല, എന്റെ പുറകിലുള്ള കാക്കാഷിക്കാണ്. അങ്ങനെ രണ്ട് ടീംസും ഒന്നിന് 10 പറഞ്ഞ് 50 പറഞ്ഞ് അങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് ഇപ്പൊ നെജീൻ ടീംസും അവിടേക്ക് വന്ന് അവരെ നോക്കി നിൽക്കും. ടെൻടം പറയും, ഇവരുടെ വട്ട് കാരണം നമ്മളും വളരെ വേഗത്തില് ഇപ്പൊ ഗ്രാമത്തിലെത്തി, സമയം കളയണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഹൊക്കാഗിയുടെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്യാന്ന് ഇപ്പൊ മൈറ്റ്കായി പറയും. അതിന് സാക്കുറ പറയും, ആദ്യം കാക്കാഷിയെ ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഗ്രാൻഡ് മേ പോലെ തന്നെ ഒരു കല്ലറ അതിവിടെയും പണിയേണ്ടി വരുന്നു പറയുമ്പോ ഇപ്പൊ മൈഗയാവട്ടെ കാക്കാഷിയെ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ അഡ്മിറ്റ് ചെയ്യും. അല്പസമയം കഴിഞ്ഞ് കാക്കാഷി കണ്ണു തുറക്കുമ്പോ ഇപ്പൊ കുട്ടപ്പന് ഒരുപാട് സന്തോഷാവും. അവിടേക്ക് നമ്മുടെ ഹൊക്കാകെ ആളുകൂടെ കടന്നു വരുമ്പോ ഇപ്പൊ കാക്കാഷിയുടെ മാസ്ക് അത് പതിയെ നീങ്ങുന്നതായിട്ട് കുട്ടപ്പൻ കാണും. കുട്ടപ്പൻ ഒരുപാട് ഹാപ്പി ആയിട്ട് ഇന്നെങ്കിലും കാക്കാഷിയുടെ ഫേസ് അത് കാണാൻ പറ്റുന്നു പറഞ്ഞ് അവ കണ്ണ് ചിമ്മാതെ ഇപ്പൊ കാക്കാഷി നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഹൊക്കാക കാക്കാഷിയോട് പറയും, നിനക്ക് എന്തായാലും ഇനി 3 മാസത്തേക്ക് ബെഡ് റെസ്റ്റ് ആവശ്യമാണ്. ഒരു മിഷനും നീ ഇനി ചെയ്യാൻ പാടില്ല. മാത്രമല്ല നീ ശരീരം കണ്ണ് അതുപയോഗിച്ചുകൊണ്ട് തന്നെ നിന്റെ കണ്ണിനും നല്ല റെസ്റ്റ് കൊടുക്കണം. മൈഗൈ, നീയും ടീംസും ആവശ്യത്തിന് റെസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക. ഒരു സെക്കൻഡ് ഇപ്പൊ കാക്കാഷിയുടെ അവസ്ഥ കണ്ട് ഹൊക്കായ്ക്ക് ഒരുപാട് വിഷമായി അവള് പുറത്തേക്ക് പോകും. അപ്പൊ പിന്നാലെ തന്നെ ഇപ്പൊ സാക്കുറയും ചെന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം അതറിയണമെന്ന് പറയും. അതിനെന്താ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം, നിനക്ക് ആരെക്കുറിച്ചാണ് അറിയേണ്ടതെന്ന് പറഞ്ഞ് ഇപ്പൊ സാക്കുറയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകും. ഇപ്പൊ സാക്കുറ പറയും, സാസുരിയും എനിക്കൊരു ഓഫർ തന്നിരുന്നു, റെഞ്ചി ബ്രിഡ്ജിൽ പോവുകയാണെങ്കിൽ സാസുരിയുടെ ഒരു സ്പൈനെ കാണാൻ കഴിയുമെന്ന്. അവൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഒറോച്ചിമാറുവിന്റെ കൂടെയാണ്. അവനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒറോച്ചിമാറുവിനെ കുറിച്ചും സാസുകയെ കുറിച്ചും നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അത് കിട്ടാതിരിക്കില്ല. അതിന് ഹൊക്കാകെ, നീ ഇതൊക്കെ കേട്ടിട്ട് അത് അങ്ങനെ തന്നെ വിശ്വസിച്ചോ? ഒരുപക്ഷെ ഒറോച്ചിമാറുവിന്റെ പേര് പറഞ്ഞ് അക്കാസ്കി ടീം എല്ലാം തന്നെ നിന്നെ റൗണ്ട് ചെയ്ത് ട്രാപ്പ് ചെയ്യാനായിരിക്കും ഒരുപക്ഷെ ശ്രമിക്കുക എന്ന് പറയുമ്പോ അതിന് സാക്കുറ പറയും, സാസുരി മരിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കത് ഈസി ആയിട്ട് തള്ളിക്കളയാൻ തോന്നുന്നില്ല. അവൾ ഉടനെ ഇതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും, ട്രാപ്പ് ആണെങ്കിൽ പോലും ഞാൻ ഫൈറ്റ് ചെയ്യും. അതിന് ഹൊക്കാഗേന്റി പറയും, കാക്കാഷി ആണെങ്കിൽ ഇപ്പൊ ബെഡ് റെസ്റ്റ് ആണ്. മാത്രമല്ല നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പോ സാസുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീം അത് വളരെ വീക്കാണ്. അത് കേട്ട് സാക്കുറ പറയും, നമുക്ക് പുതിയൊരു ടീം തന്നെ ഇതിനു വേണ്ടി ഫോം ചെയ്യണം. അസിസ്റ്റന്റ് ചേച്ചി, ഇപ്പൊ ഇവരെ മിഷൻ അയക്കരുത്, കാരണം ഓൾറെഡി ഇവര് ടയേർഡാണ്. നമുക്ക് മറ്റൊരു ടീമിനെ ഇപ്പൊ റെഡിയാക്കി കൂടെ? ഒക്കാകെ 2 സെക്കൻഡ് ആലോചിച്ച് അവള് പറയും, എനിക്ക് ഏറ്റവും വിശ്വാസം സാക്കുറയും കുട്ടപ്പനെയുമാണ്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ ടീം മെമ്പർ ആയിട്ടുള്ള സാസുകയെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് എന്ത് ത്യാഗം സഹിച്ചും ഇവര് രണ്ടുപേരും ചേർന്ന് ഈ ഒരു മിഷൻ അത് സക്സസ് ആക്കും. അതുകൊണ്ട് സാക്കുറയെ തീർച്ചയായിട്ടും ഈ ഒരു ഗ്രൂപ്പില് ഞാൻ ആഡ് ചെയ്യും. പിന്നെ കുട്ടപ്പന്റെ കാര്യം അത് തീരുമാനിക്കേണ്ടത് അവനാണെന്ന് പറഞ്ഞ് ഇപ്പൊ അവര് മുകളിലേക്ക് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ കുട്ടപ്പൻ അതെല്ലാം ഒളിച്ചിരുന്ന് കേട്ട് ഇപ്പൊ ഹായായിട്ട് നിൽക്കാണ്. അത് കേട്ട് കുട്ടപ്പൻ പറയും, ഞാൻ എല്ലാം കേട്ടു, നമ്മുടെ ടീമിലേക്കുള്ള പുതിയ മെമ്പറിനെ തീർച്ചയായിട്ടും ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നു പറഞ്ഞ് അവൻ അതിനുവേണ്ടി ഇപ്പൊ പുറത്തേക്ക് ഓടും. അത് കണ്ട് ഹൊക്കാഗെ ആൻറ്റി ചിരിക്കും. ആള് വീണ്ടും ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. കുട്ടപ്പൻ ഒരു മിസ്റ്റീരിയസ് പവർ ഉണ്ട്,
അവൻ ആരെയും എളുപ്പത്തിൽ കയ്യിലെടുക്കാൻ കഴിയും. എല്ലാവരുമായിട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ അത് കുട്ടപ്പനുണ്ട്. ഇവിടെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ ഒരുപാട് ആലോചിച്ച് തല പുകഞ്ഞൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ മെമ്പറിനെ കണ്ടുപിടിക്കുമ്പോ അവന്റെ തലയ്ക്കകത്ത് ആൾ താമസം ഉണ്ടാവണം, എന്നെ പോലെ നല്ല പവർ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ മുമ്പോട്ട് നടന്നു പോകുമ്പോ ഫുള്ള് കോട്ടും സൂട്ടും ഗ്ലാസ് ഒക്കെ ഇട്ട ഒരു മച്ചാനെ കാണിക്കും. കുട്ടപ്പൻ അവൻ മുമ്പോട്ട് നടക്കുമ്പോ ആ ഒരു കണ്ണാടിക്കാരൻ ഇപ്പൊ കുട്ടപ്പനെ വിളിക്കും. കുട്ടപ്പൻ തിരിച്ചു വന്ന് നീ ആരാണെന്ന് ചോദിക്കുമ്പോ അവന്റെ ബോഡിയിൽ നിന്ന് ഒരു ഈച്ച പറന്ന് കുട്ടപ്പന്റെ മുഖത്ത് വന്നിരിക്കും. കണ്ണാടിക്കാരൻ കുട്ടപ്പനോട് ചോദിക്കും, നിനക്ക് നിന്റെ ഫ്രണ്ടിനെ പോലും ഇപ്പൊ ഓർമ്മയില്ലല്ലേ? ഈച്ചയെ കാണുമ്പോ കുട്ടപ്പൻ ഏകദേശം പിടികിട്ടും, നീ അവനല്ലേ, സത്യം പറയ്. നറൂട്ടോ തല പുകഞ്ഞ് ആലോചിച്ച് നീ ഷിനോ അല്ലേ, എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് ഇപ്പൊ തുള്ളിച്ചാടും. ഓൾറെഡി നമ്മളിപ്പോ കണ്ടിട്ട് ഒരുപാട് കാലായി, മാത്രമല്ല നീ മുഖമൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടി വെച്ച ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അപ്പൊ ഓൺ ദ സ്പോട്ടില് ഇപ്പൊ ഷിനോയുടെ മേലേക്ക് കിബയും അവന്റെ വലിയൊരു പട്ടിക്കുട്ടിയും അങ്ങനെ ചാടി വീഴും. കുട്ടപ്പന്റെ മനസ്സില് ഇപ്പൊ അടുത്തൊരു ലഡു കൂടെ പൊട്ടും, നീ കിബയല്ലേ, ഇത് നിന്റെ അക്കമൊരു പട്ടിക്കുട്ടിയല്ലേ ചോദിക്കുമ്പോ കിബ കുട്ടപ്പനെ നോക്കി ഇപ്പൊ കൈ വീശി കാണിക്കും. കിബ പറയും, പണ്ട് നീ എന്നെ കഴിഞ്ഞും ഒരുപാട് ചെറുതായിരുന്നു, ഇപ്പൊ നീ ഹൈറ്റ് ഒക്കെ വെച്ച് വലിയ ആളായി പോയെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ അക്കമൊരു പട്ടിക്കുട്ടിയെ കണ്ട് വിശ്വസിക്കാൻ കഴിയില്ല. ഏയ് ഇല്ല ഇല്ല, അവരിപ്പോഴും ചെറുതാണെന്ന് കിബ പറയുമ്പോ കുട്ടപ്പൻ പറയും, പണ്ട് അക്കമൊരു പട്ടിക്കുട്ടി അത് നിന്റെ തലയുടെ മേലെയായിരുന്നു, ഇപ്പൊ നീ അവന്റെ മേലെയാണല്ലേ എന്ന് കുട്ടപ്പൻ കിബയോട് ചോദിക്കും. അപ്പൊ ഷിനോ പറയും, നീ കിബയെ ഒറ്റയടിക്ക് കണ്ടുപിടിച്ചു, പക്ഷെ എന്നെ കണ്ടുപിടിക്കാൻ നിനക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു പറഞ്ഞ് അവൻ തല കുനിച്ച് ഇപ്പൊ മുൻപോട്ട് നടക്കും. കുട്ടപ്പനാണ് എന്താ പറയണ്ടേന്ന് അറിയില്ല. അതേ സമയത്ത് ഇപ്പൊ കുയിൽനാദത്തില് നറൂട്ടോ നറൂട്ടോ എന്ന് 2 വിളി കേൾക്കും. അവൻ തിരിഞ്ഞു നോക്കുമ്പോ അത് മറ്റാരുമല്ല, നമ്മുടെ കുട്ടപ്പന്റെ കുട്ടപ്പി ഹിനട്ട. വർഷങ്ങളായി നമ്മുടെ ആള് കുട്ടപ്പന് വേണ്ടി കാത്തിരിക്കുകയാണ്. കൊച്ചു സുന്ദരി ഇപ്പൊ കുട്ടപ്പനെ പോലെ തന്നെ വലിയൊരു സുന്ദരിയായി മാറിയിരിക്കുകയാണ്. കുട്ടപ്പൻ ഓടി വന്നിട്ട്, ഹിനട്ട ഇത് നീയാണോ, നീ ഒരു ചുന്ദരി ആയല്ലോ എന്ന് പറയുമ്പോ അവൾ അങ്ങനെ തന്നെ ഇപ്പൊ തലചുറ്റി താഴെ വീഴും. നമ്മുടെ പെങ്കൊച്ച് ഫിസിക്കലി മാത്രമേ വലുതായിട്ടുള്ളൂ, അവള് മെന്റലി ഇപ്പോഴും ആ കുഞ്ഞ് ഹിനട്ടക്കുട്ടപ്പി തന്നെയാണ്. ഹിനട്ട വീണ് കിടക്കുന്ന കണ്ട് ഇപ്പൊ കിബ പറയും, ഇവക്കിത് തന്നെയാണോ പണി? കുട്ടപ്പനാവട്ടെ ഇപ്പൊ അവരോട് പറയും, എനിക്ക് നിങ്ങളുടെ ടീമിൽ നിന്ന് ഇപ്പൊ ഒരാളെ ഞങ്ങളുടെ ടീമിലേക്ക് വളരെ അത്യാവശ്യമാണ്, ഒരു വലിയ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ. അതിന് കിബ പറയും, ഞങ്ങൾ ഓൾറെഡി ഇപ്പൊ കുറേനയുടെ കൂടെ ഒരു മിഷനിലാണ്, നീ ക്ഷമിക്കണം, ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പറയുമ്പോ കുട്ടപ്പൻ ചോദിക്കും, നിങ്ങൾ ഇത്രയും പേരില്ലേ, അറ്റ്ലീസ്റ്റ് അക്കമൊരു പട്ടിക്കുട്ടിയെങ്കിലും എനിക്ക് തന്നൂടെ? അതിന് കിബ പറയും, ഞാനും അവനും ടീമായിട്ടാണ് എപ്പോഴും ഫൈറ്റ് ചെയ്യുക, ഞങ്ങൾക്ക് പിരിഞ്ഞു നിൽക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഷീനോയുടെ അടുത്തേക്ക് ഓടി വന്ന് നിനക്കെങ്കിലും എന്റെ കൂടെ വരാൻ കഴിയുമെന്ന് അവനോട് ചോദിക്കും. അതിന് ഷീനോ അവൻ തല കുനിച്ചു പറയും, നീ കിബയെ മനസ്സിലാക്കി ഹിനട്ടെ തിരിച്ചറിഞ്ഞു, പക്ഷെ എന്നെ മാത്രം നീ തിരിച്ചറിഞ്ഞില്ല. നറൂട്ടോ കുട്ടപ്പൻ കണ്ണു തള്ളി, ഇവനിത് ഇതുവരെ വിട്ടില്ലേ എന്നും പറഞ്ഞ് ചുറ്റും നോക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് നമ്മുടെ ഹിനട്ടെ ഇരിക്കുന്ന കാണാ. ആരും വേണ്ട, എനിക്ക് ഹിനട്ട മാത്രം മതി എന്ന് പറഞ്ഞ് അവനാവട്ടെ ഇപ്പൊ ഹിനട്ടയുടെ അടുത്തേക്ക് ഓടിയെത്തും. കുട്ടപ്പി നിനക്കെങ്കിലും എന്റെ കൂടെ വന്നൂടേന്ന് ചോദിക്കുമ്പോ അവളാവട്ടെ കുട്ടപ്പനെ കണ്ട് ഇപ്പൊ മുഖമൊക്കെ ചോന്നു തൊടുത്ത് വീണ്ടും ബോധം പോവും. കുട്ടപ്പൻ ആകെ വിഷമിച്ച് ഇപ്പൊ ഒരുപാട് സങ്കടത്തില് മുൻപോട്ട് വന്ന് അവൻ ഷിക്കമരുവിനോട് ചോദിക്കും, നീ ഇപ്പൊ ഫ്രീ അല്ലേ, നിനക്കെങ്കിലും എന്റെ കൂടെ വന്നൂടേന്ന് ചോദിക്കുമ്പോ അവൻ പറയും, ഞാനിപ്പോ ഫ്രീ ഒന്നും അല്ല, ഓൾറെഡി എനിക്കാണ് ചുനീൻ എക്സാമിന്റെ ചാർജ്, നീ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറയുമ്പോ ആ സമയത്ത് ഇപ്പൊ വളർന്ന് ഭീമനായിട്ടുള്ള നമ്മുടെ ചോച്ചി ആവട്ടെ ഷിക്കമരുവിനുള്ള ഫുഡുമായിട്ട് ഇപ്പൊ അവിടേക്ക് വരും. അതിന് ഷിക്കമരു അവൻ ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ ഇതുവരെ നിന്റെ മിഷന് പോയില്ലേ? അസുമയും ഈനോയും നിനക്ക് വേണ്ടിയാണ് ഇത്രയും നേരവും കാത്തിരുന്നത്. ഇപ്പൊ ചോച്ചി പറയും, കുട്ടപ്പ നീ വിഷമിക്കണ്ട, ഞാൻ അസുമയോട് ചോദിച്ച് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ മിഷനില് ഞാൻ കൂടെ വരാം. കട്ട് ചെയ്താ ഇപ്പൊ വേറൊരുത്തൻ ഒരു സ്ക്രോൾ എടുത്ത് അതിലെന്തോ എഴുതാൻ തുടങ്ങും. അതേസമയം ഇവിടെ ചോച്ചിയുടെ സ്വഭാവം അത് പെട്ടെന്ന് മാറി അവൻ കൈ ചുരുട്ടി കുട്ടപ്പനെ ഇടിക്കാനായിട്ട് ഇപ്പൊ പാഞ്ഞു മുമ്പോട്ട് വരും. അത് കണ്ട ഷിക്കമരു ആവട്ടെ കുട്ടപ്പനെ കെട്ടിപ്പിടിച്ച് ഇപ്പൊ താഴേക്ക് വീഴും. അപ്പോഴായിരിക്കും കുട്ടപ്പൻ കാണുക അവരുടെ 4 വശത്തു നിന്നും ഇപ്പൊ സിംഹങ്ങള് കുട്ടപ്പന് നേരെ ഇപ്പൊ ചാടി വരികയാണ്. ചോച്ചി ആവട്ടെ അവന്റെ കൈ ഉപയോഗിച്ച് ആ 4 സിംഹങ്ങളെയും ഇപ്പൊ അടിച്ചു തകർക്കും. അപ്പൊ അവര് ചുറ്റും നോക്കും, ലോങ് ഷോട്ടിലായിട്ട് ഏതോ ഒരുത്തൻ ഇപ്പൊ പടം വരച്ചോണ്ടിരിക്കുന്നതായിട്ട്
അവര് കാണും. ടിക്കമൊരു പറയും അവൻ തന്നെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവൻ ഷാഡോ ക്ലൗൺ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ മുൻപോട്ട് പോകുമ്പോ അവനാവട്ടെ ചിത്രം വരച്ചു കൊണ്ടേയിരിക്കുകയാണ്. കുട്ടപ്പൻ അവനെ ലക്ഷ്യാക്കി വരുന്ന കാണുമ്പോ അവനാവട്ടെ നിഞ്ച ബീസ്റ്റ് ലയൺ ജിപ്സു എന്ന് പറയുമ്പോ ഒരുപാട് സിംഹങ്ങള് ഇപ്പൊ കുട്ടപ്പന് നേരെ എടുത്ത് ചാടുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.